അമേരിക്കയുടെ തന്ത്രങ്ങളുടെ ഒരു ഭാഗമാണിത്. എണ്ണയ്ക്ക് വേണ്ടി ഇറാഖിൽ നമ്മൾ കണ്ട അതേ തിരക്കഥ തന്നെയാണ് ഈ വെനസ്വേലയിലും അരങ്ങേറുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപം എവിടെയാണ്? വെനസ്വേലയിലാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള വെനസ്വേലയുടെ പ്രകൃതി വിഭവങ്ങൾ മുഴുവൻ കവർന്നെടുക്കാൻ വേണ്ടിയിട്ട് മയക്കമരുന്ന് കടത്തുക എന്ന ഒരു പുകമറ അമേരിക്ക ഉപയോഗിച്ചിരിക്കുകയാണ് ഇവിടെ. അതായത് തങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാത്ത പല ഭരണാധികാരികളെയും നീക്കം ചെയ്തുകൊണ്ട് പാവ സർക്കാരുകളെ കൊണ്ട് പിടിച്ചിരുത്തുന്നതാണ് എന്നുള്ള ഒരു നടപടിയാണ് വാഷിങ്ടണിൻ്റെ. അത് ഒരുപാട് ഈ കാലപ്പഴക്കം ചെന്നിട്ടുള്ള ഒരു വിനോദമാണ് അവരുടെ. ഇപ്പോൾ ഇറാൻ്റെ എണ്ണ സമ്പാദനത്തിന് മേൽ പിടിമുറുക്കാൻ വേണ്ടിയിട്ട് 1953 ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മൊസദക്കിനെ അട്ടിമറിച്ച് ഓപ്പറേഷൻ അജാക്സ് അതുമുതൽ ഇന്നത്തെ കാരക്കാസ് അധിനിവേശം വരെ നീളുന്നതാണ് ഈ അധിനിവേശ ചരിത്രം. അമേരിക്കയുടെ ഈ അട്ടിമറി രാഷ്ട്രീയം ഇന്ത്യക്കും കേരളത്തിനും ഇന്ന് അന്യമല്ല. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ 1957 കേരളത്തിലെ അധികാരത്തിൽ വന്ന EMSൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാനായിട്ട് വിമോചന സമരം ഉണ്ടായിരുന്നു. ഈ വിമോചന സമരത്തിന് പിന്നിൽ കളിച്ചിട്ടുള്ള കുറച്ച് കളികളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്കൻ ചാര സംഘടനയായ CIA സാമ്പത്തികമായിട്ടും അല്ലാതെയും സഹായം നൽകിയിട്ടുണ്ട്. ഇത് തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. അന്ന് ദക്ഷിണേഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം വളരുന്നത് തടയാനായിട്ട് അമേരിക്ക നടത്തിയ ആ ഗൂഢാലോചന തന്നെയാണ് ഇന്ന് വെനസ്വേലയിലെ മഡൂറോയ്ക്കെതിരെയും